മുഖ്യമന്ത്രിയാകാൻ വേണ്ടി PR വർക്ക്, മുഖ്യമന്ത്രി ആയ ശേഷം ദാ ഇങ്ങനൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടേ ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള PR വർക്ക്, എന്തൊക്കെയാണ് VD സതീശ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റിയാൽ പോരെ, ജനങ്ങൾ നിങ്ങളെ ആഘോഷമാക്കി മാറ്റില്ലേ? പക്ഷേ VD സതീശൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? VD സതീശൻ കുറെ PR സംഘത്തെ വെച്ചുകൊണ്ട് ആ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന അതേ വിക്രികൾ കാണിച്ചുകൊണ്ട് ചെല്ലുകയാണ്. ഇന്ന് പിണറായി വിജയന്റെ വീട്ടിൽ കയറി അവസാനം VD സതീശൻ തേഞ്ഞൊട്ടിയിട്ടുണ്ട്. PR സംഘത്തെ വിളിച്ചുകൊണ്ട്, മാധ്യമങ്ങളെ വിളിച്ചുകൊണ്ടൊക്കെ നേരെ പിണറായി വിജയന്റെ വാടക വീട്ടിലേക്ക് ചെല്ലുന്നു. അങ്ങനെ അവിടെ വീടിന് മുമ്പിൽ എത്തിയപ്പോൾ പിണറായി വിജയന് കാര്യം മനസ്സിലായി, ഏത് VD സതീശൻ എന്താണ് ഉടായിപ്പെന്ന്. അങ്ങനെ പിണറായി വിജയൻ ഇറങ്ങി വരുന്നു, ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നു. ശേഷം അങ്ങനെ കൈ കൊടുക്കുന്നു. നമ്മുടെ സതീശൻ ഞെട്ടുന്നു. സതീശന്റെ പ്ലാനുകളും ഡ്രാമകളും ഒക്കെ പൊളിയാണ്. ശേഷം മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഇരുവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോഴൊക്കെ സതീശന്റെ മുഖത്ത് പണിപ്പാളില്ലോ എന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ്. ശേഷം ഇരുവരും സംസാരിക്കുന്നു. ഈ സംസാരിക്കുന്നതിനിടയിലൊക്കെ VD സതീശൻ CM അറിയാതെ തന്റെ പേജിലൂടെ ലൈവ് വിടുന്നുണ്ട്. ഈ ലൈവിലും VD സതീശൻ പെടുകയാണ്. മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന്, അതായത് കാവൽ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന്, പിണറായി വിജയന്റെ വായിൽ നിന്ന് നിയുക്ത മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ വാക്കുകൾ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാകാം ആ PR സംഘം ഇങ്ങനെ ഓണാക്കി പിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകട്ടെ സതീശനെ പറ്റി മുമ്പ് പറഞ്ഞതിൽ നിന്ന് ഒന്നും മാറ്റി പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ തന്നെ ഈ VD സതീശന്റെ നാടകങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ചായ കുടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. VD സതീശൻ CM-നെ ഭയങ്കരമായിട്ട്, അതായത് കാവൽ CM-നെ അങ്ങ് വല്ലാതെ പുകഴ്ത്താൻ വേണ്ടി നല്ല ഗംഭീരമായിട്ടുള്ള പഞ്ചാരടിയൊക്കെ നടത്തുന്നുണ്ട്. അതിനിടയിൽ VD സതീശന്റെ വായിൽ നിന്ന് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു വാക്കുകൂടി ചാടി. അപ്പൊ തന്നെ സതീശന് മനസ്സിലായി പണി പാളിയെന്ന്. കട്ട് ചെയ്യടേ ക്യാമറ എന്ന് പറയുന്നു. ക്യാമറ കട്ട് ചെയ്യുന്നു. ശേഷം പുറത്തു വന്ന ശേഷം കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കുന്ന പിണറായി വിജയനെ കാണുകയാണ്. സതീശനെ കൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 5 വർഷം പിണറായി വിജയനെ പറ്റി പറഞ്ഞതൊക്കെ മാറ്റി പറയിപ്പിച്ചു പിണറായി വിജയൻ എന്നുള്ളതാണ്. നിയുക്ത പ്രതിപക്ഷ നേതാവ് നിയുക്ത മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കുന്ന ഈ കാഴ്ച അത് കാണേണ്ടതാണ്. ഇപ്പൊ പിണറായി വിജയനെ പറ്റി നമ്മുടെ സതീശൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കൂ. അപ്പോ ജനങ്ങൾ എത്ര മനോഹരമായാണല്ലേ VD സതീശൻ പറ്റിച്ചത്. ധാർഷ്ട്യക്കാരൻ, അഹങ്കാരി, മാൻഡ്രേക്ക് എന്നൊക്കെ വിളിച്ചു നടന്ന നമ്മുടെ UDF-ന്റെ നേതാവ് തന്നെയല്ലയോ, VD സതീശൻ തന്നെയല്ലയോ ദാ ഇപ്പോ പിണറായി വിജയനെ പറ്റി ഇങ്ങനെ പറയുന്നു. അല്ലല്ല, ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നത്, അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ്. പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പൊ നമ്മളൊരു പ്രധാനപ്പെട്ട ദൌത്യം ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൂടി വരികയാണ്. നമ്മുടെ കേരളത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. രാഷ്ട്രീയമുണ്ട് ഉറപ്പായിട്ടും. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം. അത് പറ്റുമെന്നാണ് എന്റെ പ്രതീക്ഷ. ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുണ കൂടി ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും മാറ്റില്ല. അതെന്തിനാ മാറ്റണത്? ഗവൺമെന്റുകൾ എന്ന് വെച്ചാൽ കണ്ടിന്യൂവേഷൻ ആണ്, തുടർച്ചയാണ് ഗവൺമെന്റുകൾ. കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങി ചിലപ്പോ നമ്മൾ വലിയ വിമർശിച്ചിട്ടുള്ള പല ഭാഗങ്ങളിലൊക്കെ ചില വല്ല കറക്ഷൻസോ വല്ലതൊക്കെ വരും. അല്ലാതെ ഒരു ഗവൺമെന്റ് തുടങ്ങിയ പരിപാടി വേറെ ഗവൺമെന്റ് ഒന്നും മാറ്റിയാൽ കേരളം ഉണ്ടാവും? അതൊന്നും ചെയ്യില്ല. ഇനി ഇതിനിടയിൽ പിണറായി വിജയനോട് ഈ മുഖ്യമന്ത്രി സതീശനെ പറ്റിയൊക്കെ പല കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ പ്രതികരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് നിലപാടാണ്. താൻ നേരത്തെ VD സതീശനെ പറ്റിയും പ്രതിപക്ഷത്തെ പറ്റിയും എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് എനിക്ക് ഒന്നും മാറ്റി പറയാനില്ല. ഞാൻ അന്ന് എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ ഇപ്പോഴും പറയുന്നു. അത് തന്നെയാണ് UDF എന്ന നിലപാടിൽ ഉറച്ചുകൊണ്ട് VD സതീശൻ നിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം സഭയിൽ ഒരു തീപ്പൊരി പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നും ഈ സതീശനെ കൂട്ടരെയും ഒരു 1.5 ഫ്രൈ അടിക്കുമെന്നും ഒക്കെ ഇത് നമ്മളെ കാണിച്ചു വരുന്നുണ്ട്. ഒപ്പം VD സതീശൻ പറയുന്ന ഈ കാര്യം കൂടി ഒന്ന് കേൾക്കേണ്ടതാണ്. അതും രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കണ്ണു തുറന്ന് കാണേണ്ട കാഴ്ചയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങി ചിലപ്പോ നമ്മൾ വലിയ വിമർശിച്ചിട്ടുള്ള പല ഭാഗങ്ങളിലൊക്കെ ചില വല്ല കറക്ഷൻസോ വല്ലതൊക്കെ വരും. അല്ലാതെ ഒരു ഗവൺമെന്റ് തുടങ്ങിയ പരിപാടി വേറെ ഗവൺമെന്റ് ഒന്നും മാറ്റിയാൽ കേരളം ഉണ്ടാവും? ഒരു സർക്കാർ ചെയ്ത പദ്ധതി മറ്റൊരു സർക്കാർ വന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ കേരളം ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത്. ഒരു സർക്കാരിന്റെ തുടർച്ചയാണ് മറ്റൊരു സർക്കാർ എന്നൊക്കെ VD സതീശൻ പറയുന്നുണ്ട്. മാത്രമല്ല ഒരു പദ്ധതിയും റദ്ദാക്കില്ല എന്നും അതൊക്കെ പ്രാവർത്തികമാക്കാനുള്ള കാര്യങ്ങൾ നോക്കുമെന്നാണ് VD സതീശൻ പറയുന്നത്. ഇതേ VD സതീശൻ ഇവിടെ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ പ്രാവർത്തികമാക്കാൻ കൊണ്ടുവന്ന എത്ര പദ്ധതികളാണ് മുടക്കുന്നതിന് വേണ്ടിയും അതിനെ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ആഹ്വാനം ചെയ്തത്. ഇതേ VD സതീശൻ പറയുന്നു ഇപ്പൊ ഇതൊക്കെ സൂപ്പർ ആണെന്ന്. എങ്ങനെയുണ്ട്?
വി.ഡി. സതീശൻ അന്ന് പറയുന്നത് മാധ്യമങ്ങൾ വെണ്ടയ്ക്ക അക്ഷരത്തിൽ മാധ്യമങ്ങളിൽ കൊടുത്തപ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. അതേ വി.ഡി. സതീശൻ തന്നെ പറഞ്ഞ നുണകൾ മുഴുവൻ തിരുത്തി പറയുന്ന കാഴ്ച ഇന്നെന്തായാലും പിണറായി വിജയന്റെ വസതിക്ക് മുമ്പിൽ നിന്ന് കാണാൻ സാധിച്ചു. അതൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഒപ്പം എന്നെ ഏറെ സന്തോഷിപ്പിച്ച ഒരു കാര്യം കൂടി പറയാം. ഈ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു സ്റ്റില്ല് കൂടിയായിരുന്നു കേട്ടോ ഇരുവരും തമ്മിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു കാഴ്ച. മുഖ്യമന്ത്രി എന്ന നിലയിൽ, നിയുക്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ വി.ഡി. സതീശൻ അങ്ങോട്ടേക്ക് ചെന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി. പക്ഷേ വി.ഡി. സതീശൻ അത് മറ്റൊരു രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടപ്പോൾ സത്യത്തിൽ ഇതൊരു ഫ്രോഡ് പരിപാടിയല്ലേ എന്ന് തോന്നിപ്പോയി. വി.ഡി. സതീശൻ അവിടെ ചെന്ന് ഇതൊക്കെ ലൈവൊക്കെ ഓണാക്കാതെ സംസാരിച്ച് മാന്യമായി പുറത്തിറങ്ങിയിരുന്നുവെങ്കിൽ നമുക്കതിൽ എന്തൊക്കെയോ നന്മയുണ്ടായിരുന്നു, അതിൽ വേറെ രീതിയിലുള്ള ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇത് തീർത്തും താനൊരു എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി ഇറക്കിയൊരു സംഭവമാണ്. അവസാനം അത് പൊളിഞ്ഞ ശേഷം ഇങ്ങനെ വി.ഡി. സതീശൻ ആകെ വിമിഷ്ടപ്പെട്ടിരിക്കുന്ന നേരത്ത് പുതിയൊരു പ്രഖ്യാപനം വരുന്നു. എന്താണത്? എനിക്ക് എസ്കോട്ടൊന്നും വേണ്ട, ഒരു പൈലറ്റും ഒരു എസ്കോട്ടും മാത്രം മതി എന്ന രീതിയിലുള്ള പ്രഖ്യാപനം നടത്തുകയാണ്. അതുകൊണ്ട് ആർക്കാണ് സതീശ ഗുണമുള്ളത്? ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? തീർച്ചയായും നിങ്ങൾ ഒരു എസ്കോട്ടും അല്ലെങ്കിൽ ഒരു പൈലറ്റും എന്നല്ല, നിങ്ങൾ എനിക്ക് തോന്നുന്നു ആ വണ്ടിയിൽ ഒരു ഗൺമാൻ മാത്രം മതി എന്നാണ് തോന്നുന്നത്. നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? നിങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരൊക്കെ ആരെയാണ് പേടിക്കുന്നത്? വോട്ട് മേടിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഈ 100 പോലീസുകാരെയും മറ്റേ ഈ എസ്കോട്ടും ഒന്നും ആയിട്ടൊന്നും അല്ലല്ലോ ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഇല്ലാത്ത ഭയം എന്താണ് ജയിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്നത്? അതുകൊണ്ട് ഈ എസ്കോട്ടും പൈലറ്റും ഒക്കെ മാറ്റി സത്യത്തിൽ മുഖ്യമന്ത്രിയൊക്കെ ഈ റോഡിലൂടെയൊക്കെ ഇറങ്ങി നടന്ന് ജനങ്ങളെ കാണുമ്പോൾ ഹായ് എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുന്ന നിലയിലേക്ക് വരണമെന്നേ. ഈ വി.ഡി. സതീശനിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതും വി.ഡി. സതീശനിൽ നിന്നും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതൊക്കെ തന്നെയാണ്. വേറൊന്നും കൊണ്ടല്ല, വി.ഡി. സതീശൻ വേറൊരു മോഡൽ മുഖ്യമന്ത്രി എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വി.ഡി. സതീശനിൽ നിന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ, ഞാൻ അടക്കമുള്ള ജനങ്ങൾ എന്നുള്ളതാണ്. മാത്രമല്ല ഈ ചീപ്പ് PR വർക്കുകളൊക്കെ മാറ്റിവെച്ചിട്ട് ഇനി ഈ പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് നോക്കുക. അല്ലാതെ ഇത്തരത്തിലുള്ള ഈ ചീപ്പ് പൊളിറ്റിക്സും ഈ ചീപ്പ് PR വർക്കൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവസാനം 8ന്റെ പണി കിട്ടും എന്നുള്ളതാണ്. KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ കാണിക്കാൻ വേണ്ടി ആകാം ഒരുപക്ഷെ ഞാൻ എന്തോ വലിയ സംഭവമാണ്, എനിക്കിതാ ഇവിടെ ഒരുപാട് ഈ പറയുന്ന പിന്തുണകളുണ്ടെന്നൊക്കെ കാണിക്കാൻ വേണ്ടി ആകാം ചില സംഭവങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ സമയം കഴിഞ്ഞു. എന്തായാലും ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയായിട്ട് അങ്ങേ തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്തല്ലോ. ഇനിയിപ്പോ നിയുക്ത മുഖ്യമന്ത്രിയാണ്. നിയുക്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുക. അല്ലാതെ ഇത്തരത്തിലുള്ള നാടകങ്ങൾ, ഈ രാഹുൽ ഗാന്ധിയൊക്കെ കാണിക്കുന്ന പോലുള്ള നാടകങ്ങളൊക്കെ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് വിടണ ഈ ജനങ്ങളെ പുച്ഛിക്കും എന്നുള്ളതാണ്. ഈ രാഹുൽ ഗാന്ധിയൊക്കെ ചെയ്യുന്ന പരിപാടി കണ്ടിട്ടില്ലേ? ഇലക്ഷൻ വരാൻ നേരത്ത് പോയിട്ട് തട്ടുകടയിൽ പോയിട്ട് തട്ടടിക്കുക, അതുപോലെ തന്നെ മീൻപിടുത്തക്കാരൊപ്പം പോയിട്ട് വഞ്ചിന്നെടുത്ത് വെള്ളത്തിലേക്ക് ചാടുക, അതുപോലെ തന്നെ മറ്റേ നമ്മുടെ കുറച്ച് വ്ളോഗേഴ്സിന്റെ ഒക്കെ അടുത്ത് ചെന്നിട്ട് തൈറ് ലത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കുറെ ഫോട്ടോ എന്താ പറയാ ഷൂട്ട്, കുറെ PR സെറ്റപ്പ് ഇറക്കി എന്തെങ്കിലുമൊക്കെ കാണിക്കാമെന്നാൽ അപ്പുറത്തേക്ക് ജനങ്ങളൊക്കെ ഇത് കണ്ട് പുച്ഛിച്ചു കളയും. ഇന്നിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാതെ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നാണ് വി.ഡി. സതീശനോട് പറയാനുള്ളത്. വി.ഡി. സതീശനോട് ഒരു രീതിയിലുള്ള എതിരഭിപ്രായവും കേരള ന്യൂസ് 60 ഇല്ല. പക്ഷെ വി.ഡി. സതീശൻ കാണിക്കുന്ന ചില കാര്യങ്ങളെ അത് കേരള ന്യൂസ് 60 വിമർശിക്കും. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ശബ്ദമായി തന്നെ എപ്പോഴും ഇവിടെ ഉണ്ടാകും. എന്തായാലും എസ്കോട്ടും പൈലറ്റും വേണ്ട എന്ന് പറഞ്ഞ് ഇപ്പൊ എടുത്തിട്ടുള്ള തീരുമാനം ഒരു നല്ല തീരുമാനമാണ്. അത് നമുക്ക് സ്വാഗതം ചെയ്യേണ്ട ഒരു തീരുമാനം തന്നെയാണ്. സതീശന്റെ ആ ഒരു മൂവ്മെന്റിനെ നമ്മൾ കൈയടിക്കുന്നു. പക്ഷെ അത് വലിയ സംഭവമാണ് എന്ന രീതിയിലൊന്നും കൊട്ടി ആഘോഷിച്ച് കളയരുത്. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, നിങ്ങളിടുന്ന വസ്ത്രം, നിങ്ങൾ താമസിക്കുന്ന വീട്, ഇതിനൊക്കെയുള്ള പൈസ തരുന്നത് എവിടെന്നാ? നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്താണോ കൊടുക്കുന്നത്? അല്ല, ഞാനും നിങ്ങളൊക്കെ അടങ്ങുന്ന ജനങ്ങളൊക്കെ അടങ്ങുന്ന ആളുകളുടെ നികുതി പണം കൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഈ എന്താ പറയാ കൊടുക്കുന്നതും. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതൊക്കെ ഞങ്ങളുടെ നികുതി പണം കൊണ്ട്. അതുകൊണ്ട് നിങ്ങളെ വിമർശിക്കാനും നിങ്ങളെ ചോദ്യം ചെയ്യാനും ഒക്കെയുള്ള അങ്ങനെയുള്ള റൈറ്റ്സ്, അങ്ങനെയുള്ള സ്വാതന്ത്ര്യം അത് ജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. മറ്റൊരു കാര്യം കൂടി മറന്നു പോകരുത്, വി.ഡി. സതീശൻ സംഘവും, നിങ്ങൾ ഞങ്ങളുടെ സർവന്റ് ആണ് എന്ന കാര്യം മറന്നു പോകരുത്. നിങ്ങളെ ഞങ്ങൾ ജയിപ്പിച്ചങ്ങോട്ട് അയച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീറിപ്പാഞ്ഞ് നടക്കാനല്ല, ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ജനമാണ് രാജാവ് എന്ന് ഈ 5 വർഷവും മറക്കരുതേ സതീശ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.